ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ്റെനൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം മച്ചാമരെ, മെയിൻ്റെനൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഫുട്ബോളിൻ്റെ. അപ്പോൾ എന്തായാലും മച്ചാമരെ, നമുക്ക് അടുത്ത ആഴ്ചയാണ് നമ്മുടെ മൈനർ അപ്ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഒരു കിടിലൻ അപ്ഡേറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ. കാരണം എന്തായാലും പുതിയൊരു ലൈസൻസ് ആയിട്ടുള്ള ടീം എന്തായാലും എത്തും, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ കാര്യം ഈ ശനിയാഴ്ചയാണ്, അതായത് മറ്റന്നാളാണ് നമ്മുടെ ഓൾറെഡി ഒരു 2 പിക്കും കൂടെ വരും മച്ചാമരെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ടൈം ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡബിൾ ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു വാൻഡിജിക്കിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. ഒരു കിടിലിന് ഓപ്പോണ്ടാണ് വന്നിരിക്കുന്നത് മച്ചാമരെ. അപ്പോൾ ഓൾറെഡി സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി ഒരു സ്റ്റേഡിയം കൂടെ ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഓപ്പോണൻറ്റ് നോക്കാം. അപ്പോൾ മച്ചാമരെ നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലിന് ഓപ്പോണ്ടാണ് നമ്മുടെ റാഫിൻഹ ഡബിൾ ബൂസ്റ്ററും ചൗമണി, അതുപോലെ തന്നെ വാൻഡിജിക്കിൻ്റെ ഡബിൾ ബൂസ്റ്ററാണ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം മച്ചാമരെ. അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ്. 4-1-3-2 ആണ് യൂസ് ചെയ്യുന്നത്. സാവിയുടെ ടീമാണ്. സലയുണ്ട്, പിന്നെ കവാനി, കാൻ്റെ, അതുപോലെ നമ്മുടെ ഈ അടുത്തുള്ള കാർഡുകളെല്ലാം ഉണ്ട്. എംബാപ്പെ, മുസൈല, ഹക്കീമി, മെസ്സി, ഹാളൻ്റെ അത്യാവശ്യം എല്ലാ കാർഡുകളും ഓപ്പോണൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ നിങ്ങൾക്ക് പോർട്ട്മേലൊക്കെ ആരെയും കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം. ഏസം ഫസ്റ്റ് ടച്ച് അവരുടെയാണ്. ബാറ്റി ടു റാഫിൻഹ ടു ചൗമണി കിട്ടിയിട്ടുണ്ട് മച്ചാന്മാരെ. മറഡോണ ടു റാഫിൻഹയിലോട്ട് പോയല്ലോ. അർണോൾഡ്, യമാല് കൈസ്. അപ്പോൾ നമുക്ക് നോക്കി എടുത്തിട്ടുണ്ട്. ജെറാഡ്, നെയ്മർ, ഓക്കെ. മറഡോണ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ഇവിടെ വെറുതെ അടിച്ചു കളഞ്ഞില്ല ഗൈസ്. 4-ാം മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം. ബെക്കാമ് ഗൈസ്. അപ്പോൾ നെറ്റ് പോയോ എടാ, ഇതെന്താ ഇത്? ഓക്കെ, മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സുവാരസിനെ അടിച്ചു നോക്കാം. എടാ, ഞാനത് ഇത് പണിയെ കാണിച്ചേ ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബെക്കാമിന് ഒരു ഷൂട്ട് അടിക്കാൻ പറ്റും. ഇവിടുന്ന് ഒരു ഷോട്ട് ഗൈസ്, ഷോട്ട് അടിക്കാൻ പറ്റിയ കേസുള്ളൂ. നമ്മൾ അവിടെ നിന്ന് വെറുതെ ഇട്ട് കളിക്കായിരുന്നു. ഓക്കെ, സുവാരസിന് കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ഗൈസ്, ഇവരുടെ ക്യാപ്റ്റൻ നമ്മൾ നോക്കിയില്ല ആരാന്ന്. എടാ യമാല് ഗൈസ്. അപ്പോൾ ഓൾറെഡി വാൻഡിജി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നോക്കി വെക്കാം. ഡിഫൻസും കാര്യങ്ങളൊക്കെ. ജെറാഡ് ടു വെട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നെയ്മർ, ഓക്കെ. യമാല്, ഓക്കെ. ജെറാഡ് എടുത്തിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ, ഓക്കെ. എടാ ബാക്കോട്ട്. ഓക്കെ, ബെക്കാമ് ടു മറഡോണ. ഓക്കെ ഗൈസ്, കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. ഓക്കെ, ഷോട്ട്. എടാ, നമ്മൾ വിചാരിച്ച പോലെ ചെറിയ കാര്യമല്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഡിഫെൻസ് ചെയ്യുന്നുണ്ട്. ഇത് വാൻഡിജിക്കാണ് നമ്മുടെ നെയ്മറിൻ്റെ അടുത്ത് എടുത്തത്. അല്ലെങ്കിൽ ഓൾറെഡി നല്ലൊരു ഗോൾ കയറേണ്ട സാധനമാണ് അവിടെ. നമുക്ക് എന്തായാലും വെച്ചാൽ പിന്നെ ബെക്കാമിനെ കൊണ്ട് യാർഡ് കൂടുതൽ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 18-ാം മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. എംബാപ്പെ, യമാല് ഗൈസ്. അപ്പോൾ ബാറ്റി. എടാ, ഇതെന്താണ് അനങ്ങാത്ത ബെക്കമ്പർ? ഓക്കെ ഗൈസ്, ഇത് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇതില്ലേ, ജോയിസ്റ്റിക്ക് ഒന്നും അനങ്ങുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു റാഫിൻഹ ടു ചൗമണി, യമാല് ഗൈസ് കിട്ടിയിട്ടുണ്ട്. എടാ, ഇതെന്താണ് അവിടെ ഒരുത്തനൊക്കെ വീഴ്ത്തിയിട്ടോമാര് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് മറഡോണ വാൻഡിജിക്കിനെ വെട്ടിച്ചോ. നമുക്ക് ഷോട്ട് അടിച്ച് നോക്കാം. എടാ, അടിച്ചോ. എൻ്റെ പൊന്ന് ഗൈസ്. ഞാൻ അനാവശ്യമായിട്ട് കൊണ്ടേ പണിയാക്കിയത്. അല്ലേ അത് ഗോള് കയറുന്ന സാധനമായിരുന്നു. ഞാനത് വെറുതെ അടിച്ചുവിട്ട് വെച്ചവരെ വാൻഡി. എടാ, വാൻഡി പറന്നടിക്കുക വെച്ചവരെ ഗൈസ്. ഓപ്പോണ്ട് വാൻഡിജിക്ക് പറന്നടിക്കുന്നുണ്ട്. കാരണം ഡിഫൻസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. പിന്നെ ഫൗള് വരുന്നുണ്ട്. മിക്കവാറും എനിക്കൊന്ന് പണിയാവുന്ന തോന്നുന്നത്. വെക്കാൻ പറ്റും മറഡോണ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു നമ്മുടെ നെയ്മർ ടു ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ജെറാഡ് ഒരു ഷോട്ട്. എൻ്റെ പൊന്ന് വെച്ചവർ ഇവന്മാരുടെ ഗോളി വിക്ടർ വൈയാണ്. നമ്മൾ എത്ര ഷോട്ട് അടിച്ചേ ഗൈസ്. നല്ല ഷോട്ട് അടിച്ചിട്ടുണ്ട്, പക്ഷെ കയറിയില്ല. എന്തായാലും നമുക്ക് വീണ്ടും നോക്കാം ഗൈസ്. ഓക്കെ, ബെക്കാമിനെ കൊണ്ട് വീണ്ടും നമുക്ക് അടിപ്പിക്കാം. നമ്മൾ ബെക്കാമിനെയാണ് കോർണറിലേക്ക് ജയിപ്പിക്കുന്നത് എപ്പോഴും ഗൈസ്. അപ്പോൾ നോക്കാം നമുക്ക്. കഫു ടു, ഓക്കെ. റോബർട്ടോ കാർലോസ് ഒരു ഷോട്ട് അടിച്ച് നോക്കാം. ഓക്കെ, ഒരു കയറിയില്ലടാ. കറവടിക്കാൻ നോക്കിയാൽ പക്ഷെ നടന്നില്ല. ബ്ലിക്സ് ആട്ടോ ഗൈസ് ഇന്ന് വന്ന നമ്മുടെ യമാല്. കിടില സാധനം തന്നെയാണ്. ഓക്കെ, ബെക്കാമ് ടു മെസ്സി ടു കുറച്ച് നേരം ഇട്ട് കറക്കി നോക്കാം. ഓക്കെ, ബെക്കാമ് യമാല് ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെക്കാമ് ടു നമ്മുടെ നെയ്മർ ടു സുവാരസ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് സംഭവം മച്ചാവർ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. എടാ, റെഡ് കാർഡ് ഗൈസ്. ടോണി ആഡംസിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാൻഡിജിക്കാണ് ഇവരുടെ ക്യാപ്റ്റൻ ഗൈസ്. ഇവിടെ ആ സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാൻഡിജിക്കാണ് ഇവരുടെ ക്യാപ്റ്റൻ. അപ്പോൾ മച്ചാവൻ എന്തായാലും ഫൗൾ ചെയ്തിട്ടുണ്ട് ടോണി ആഡംസ്. എടാ, പക്ഷേ ഇത്തിരി സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു, നമുക്ക് പെനാൽറ്റി കിട്ടുമായിരുന്നു. മച്ചാവൻ ഇത് അടിക്കണം. എൻ്റെ പൊന്ന്, ഇത്ര അടുത്താണെങ്കിൽ ഗൈസ് ഒന്നാമത് എന്താ പറയുക, നമുക്ക് അവിടെ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും
അടിക്കാൻ പറ്റിയില്ല പണിയാവും. കാരണം ഓൾറെഡി ഇത്ര അടുത്താണ് കിട്ടിയിരിക്കുന്നത്. നോക്കട്ടെ വരച്ചു വിട്ടിട്ട് ഞാനാണെങ്കിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഫ്രീ ട്രൈ ഒന്നും കറക്കി അല്ല ഫ്രീ കിക്കൊന്നും കുറേ അടിച്ചിട്ടില്ല. ഇതൊക്കെ പണിയാണ്. മച്ചാൻ പോയിന്ന് എനിക്ക് തോന്നുന്നു. പോസ്റ്റിനുള്ളിലേക്ക് അടിച്ചത് നോക്കട്ടെ. കോർണർ കിക്കാണ് മച്ചാൻ കാരണം അവരുടെ തലേ തട്ടി പുറത്തേക്ക് പോയി. അപ്പോൾ എന്തായാലും നോക്കണ്ട. എന്തായാലും ഫസ്റ്റ് തന്നെ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓപ്പോണൻറ്റ് ഗൈസ്. അപ്പോൾ ഇതും നമുക്ക് ബെക്കാമിനെ കൊണ്ട് തന്നെ അടിപ്പിക്കാം ഗൈസ്. എനിക്ക് നമ്മളൊരു 5-6 ഷോട്ട് അങ്ങനെ ഈ ഒരു മാച്ചിന് തുടക്കത്തിൽ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കട്ടെ. റോബർട്ടോ കാർലോസ് ടു ബാക്ക്. ഓക്കെ, ടോണി ആഡംസ്, മറഡോണ, എംബാപ്പെ ഗൈസ്. ബാറ്റി എടാ ആരുമില്ല. ബാറ്റി റോബർട്ടോ കാർലോസ് എടുക്കണോ ഗൈസ്. റോബർട്ടോ കാർലോസ് നമ്മുടെ ഗോളി വന്നുകൊണ്ട് കറക്റ്റ് കഴിച്ചില്ലേ ഗൈസ്. മാനുവൽ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് നമ്മൾ തന്നെ അടിച്ചിരിക്കുന്നത് 6 ഷോട്ട് അടിച്ചു. ഷോട്ടോ ടാർഗറ്റ് അടിച്ചു. ഇതുവരെ അവന്മാരൊരു അനങ്ങി പോലില്ല. ജെറാഡ് ടു കാർലോസ് ടു ഗൈസ്. അപ്പം കിട്ടിയിട്ടുണ്ട്. വെക്കംബർ ടു ജെറാഡ് ടു നമ്മുടെ നെയ്മർ ഗൈസ്. ഈ ഒരു നെയ്മറിൻ്റെ കാർഡ് അടിപൊളിയാട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒരു ബ്ലിറ്റ്സ് അടിച്ച് നോക്കാം ഇവിടുന്ന്. ഓക്കെ, ഒരു ഷോട്ട്. എടാ വിക്ടർ ബി കുറച്ച് സീനാണല്ലോ. ഇതെന്ത് നമ്മൾ കളിച്ചപ്പോൾ വിക്ടർ ബി നമുക്ക് അത്ര ഇതായില്ല ഗൈസ്. ഇവരൊന്നും നന്നായി കളിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ടോണി ആഡംസ് ടു ഹാളൻഡ് ഇറക്കി കേട്ടോ ഗൈസ്. ഓപ്പോണൻറ്റ് ഹാളൻഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഹക്കീമി ടു വിനി ഗൈസ്. അപ്പോൾ വിനിയുടെ ഒരു ഷോട്ട്, ഹാളൻഡിൻ്റെ ഒരു ഷോട്ട്. ഏറ്റവും മോനെ 1 ലെഗ് വെച്ചിട്ട് വെച്ചാൽ മാഞ്ചസ്റ്ററിൻ്റെ ഹാളൻഡാണ്. സോ നല്ലോണം കളിക്കുന്നുണ്ട്. ഓക്കെ, നെയ്മർ. ഓക്കെ, ജെറാഡ്, ചൗമണി ടു വിനി ഗൈസ്. ഇവന്മാർ 1 ഹാൻഡ് ആട്ടോ. ഒരു ഷോട്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് കിടിലൻ ഷോട്ടും കളിയാവട്ടോ. ഹാളൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹാളൻഡാണ് കിടിലൻ ഷോട്ട് ഗൈസ്. എൻ്റെ പൊന്ന് വെച്ചാൽ ഇത് പണിയാവുമല്ലോ. മാഞ്ചസ്റ്ററിൻ്റെ ഹാളൻഡും അതേപടി നമ്മുടെ മാൻഡിജിക്കുമാണ് കിടിലൻ കോംബോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ജെറാഡ് ഒക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഹർണോൾഡ് ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ മാനേജിങ് കഴിയുമ്പോൾ ക്യാപ്റ്റൻ, അതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലും കളിക്കുന്നുണ്ട് വാൻഡി. ഓക്കെ ഗൈസ്, അത് അവർ വെറുതെ അടിച്ചു വിട്ടതാ. വാൻഡി വെറുതെ അടിച്ചു വിട്ടു. മച്ചാൻ എന്തായാലും ഇത്ര നേരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ 2 ചാൻസ് മിസ്സാക്കി കളഞ്ഞു. ഒന്നാമത് ആ ഫ്രീ കിക്ക് കിട്ടിയപ്പോഴും അല്ലാണ്ട് ഒരെണ്ണം കയറേണ്ടതായിരുന്നു. അത് ഗോളി കാരണം കേട്ടോ മച്ചാൻ. നമുക്ക് ഒരു ഗോള് കയറാത്ത ഗോളി കാരണമാണ്. സാബി അലോൺസോ ടു റോബർട്ടോ കാർലോസ് ടു നെയ്മർ. ഓക്കെ, നെയ്മറിനെ കൊണ്ട് നമുക്ക് കുറച്ച് ഇടാക്കിട്ട് വാൻഡിജിക്കാണ് ഇവിടെ പണി ഗൈസ്. അപ്പോൾ ഹാളൻഡ് ഓക്കെ കിട്ടിയിട്ടുണ്ട്. വെക്കംബർ ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു നെയ്മർ. എടാ ഇവരെയൊക്കെ കട്ട് ചെയ്ത് കയറി കിട്ടോ. നെയ്മർ ഈ കാർഡ് നൈസാണ് വെച്ചാൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇറക്കിക്കോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കാർഡാണ്. കാരണം എടാ മെസ്സി ഷോട്ട്. ഓക്കെ, എടാ ബ്ലോക്കാണ്. എൻ്റെ പൊന്ന് വെച്ചാൽ തൊട്ടടുത്ത ഹാളൻഡ് നിൽക്കുക. ഹാളൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹാളൻഡ് അടിക്കും. കാരണം അങ്ങനെ ഒരു കാർഡാണ് ഹാളൻ്റെ കാർഡ്. പവർ കുറച്ച് കൂടുതലായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഇതുവരെ ഗോളുകൾ ആരും അടിച്ചിട്ടില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഡെന്നിസ് ലോന് നമുക്ക് CF SS ആയാലും അത് ഓട്ടോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആവുന്നതാണ്. വെച്ചാൽ എന്തായാലും വരച്ചു വിട്ടിട്ട് നമുക്ക് നോക്കാം. സ്നൈഡറിനെ ഇറക്കിയിട്ടുണ്ട്. സ്നൈഡർ ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പണിയാക്കുമല്ലോ. സ്നൈഡർ മറഡോണ ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോട്ട് മാനേജിക്ക് കാല് വെച്ച് കുടിക്കുക ഗൈസ്. അപ്പം അതും അവന്മാർ ബ്ലോക്ക് ചെയ്തു. നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ മാനേജിക്ക്. ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നൊരു 100-ലൊരു ഇപ്പം തന്നെ 100-ലൊരു 60% ഡിഫൻസ് മാനേജിക്ക് ചെയ്തതാണ്. അതായത് 2 ഷോട്ടാണ് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഗോൾ പോസ്റ്റുമായിട്ട് അടിച്ചത്. അത് 2ഉം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല. ചിലപ്പം എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. ഓൾറെഡി കൊനാമി അല്ല ഗൈസ്. പക്ഷേ മച്ചാൻ ഓൾറെഡി അടുത്ത ആഴ്ചയായിരിക്കും നമ്മുടെ ഫ്രീ ട്രൈ തുടങ്ങുക. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. സെലക്ഷൻ കോൺട്രാക്റ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ പൊളിക്കും. കാരണം ഓൾറെഡി എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ അതും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സ്നൈഡർ ടു മറഡോണ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മച്ചാൻ ഇടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അടിയുടെ അപ്പം തന്നെ മെസ്സി വന്നിട്ട് ബ്ലോക്ക് ചെയ്തു. റോബർട്ടോ കാർലോസ് ഗൈസ്. ബാറ്റി എടാ ആരും ഇല്ലല്ലോ ഇവിടെ. ബാറ്റി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ടോണി ആഡംസ്. ഓക്കെ ഗൈസ്, എന്തോ ഒരു സൗണ്ട് കേട്ടു ലാപ്ടോപ്പിൽ നിന്ന് കേട്ടതാ ഗൈസ്. അപ്പോൾ മാനുവൽ ടു നമുക്ക് നോക്കി നോക്കാം. മെസ്സി. ഓക്കെ, കഫു ഗൈസ്. ഇത് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. കഫു ടു ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ ഈ ചെങ്ങായി ഇത് എവിടെ ബ്ലോക്കറാണല്ലോ. എൻ്റെ പൊന്നു മച്ചാൻ. എടാ സീൻ കേട്ടോ. ഇവന്മാർ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. വാൻഡി അത്യാവശ്യം നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരെ പിടിക്കുന്നുണ്ട്
ജെറാഡ്, ഓക്കെ. ഡെനിസ്ലോ, ഹക്കീമി, ഓക്കെ ഗൈസ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇപ്പോൾ കുറേ നേരമായി ഇവന്മാർ ടാർഗറ്റ് ചെയ്ത് ആളെ പിടിക്കുന്നുണ്ട്. അപ്പം നോക്കാം നമുക്ക് സാംബി അലോൺസോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ആർക്കും ഗോൾ അടിക്കാൻ പറ്റിയില്ല. ഓപ്പോണൻ്റെ ഫസ്റ്റ് ഇമ്പോഴും നൈസ് ആയിട്ടുണ്ട്, കാരണം മാനേജിക്ക് അത്യാവശ്യം നന്നായിട്ട് ടൈപ്പ് ടാർഗറ്റിങ് കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വിക്ടർ ബിയർ, റാഫിന, മാനേജിക്കാണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയതിനായിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിഫൻസ് വെക്കുന്ന ആ ഒരു ഇതൊക്കെ ഫോർമേഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.